കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുന്നവർക്ക് പരിചിതമായ ഒരു ഭാഗമാണ്. സ്തോത്രം നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നമുക്ക് 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് സ്തോത്രം, ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്നാഗ്രഹിക്കുന്ന ഒരു മേഖലയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ അങ്ങനെ 10 പേരെ വിളിച്ച് ദൂരരാജ്യത്തേക്ക് പോയി രാജാവായിട്ട് അല്ലെങ്കിൽ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പോയ ഒരു കുലീനനായ മനുഷ്യൻ. ആ മനുഷ്യൻ ചെയ്തൊരു കാര്യമാണ്, 10 ദാസന്മാരെ വിളിച്ചിട്ട് 10 റാത്തൽ വെള്ളി അവരെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം ഇതിനെന്ത് ചെയ്യണം, വ്യാപാരം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് ഈ ദാസന്മാരെ വിളിച്ച് ഒരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ 10 റാത്തൽ കൂടെ നേടി. അവനോട് പറഞ്ഞു, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറഞ്ഞു. അടുത്ത വന്ന് പറഞ്ഞു, 5 കൂടെ നേടി, നീ 5 പട്ടണങ്ങൾക്ക് നായകനായിരിക്കുക എന്നവനോട് പറയുവാനിടയാ. മറ്റൊരുത്തൻ വന്ന് അവൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നീ വിതയ്ക്കാത്തടുത്തത് എടുക്കുകയും വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം 2 കാര്യങ്ങൾ അവിടെ ആ യജമാൻ അല്ലെങ്കിൽ ആ കൊടുത്ത ആളിനെ കുറ്റം പറയുന്ന ഒരു തരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? എന്താ പറഞ്ഞത്? സ്തോത്രം, വയ്ക്കാത്തതൊന്ന് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിന് കൊടുക്കുന്ന മനുഷ്യൻ, രാജ്യത്വം പ്രാപിച്ചു വന്ന മനുഷ്യൻ, കുലീനനായ മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് സ്തോത്രം, അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുക്കുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ കൈമാറിയിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ആക്ഷൻസ്, പ്രവൃത്തികൾക്കകത്ത് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പാസ്റ്റർമാരായിട്ടവരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, സ്തോത്രം, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരൊക്കെ പുതിയ നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകളുടെ വിവിധ മേഖലകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വരമാണ്. സ്തോത്രം. ഇനി സഭയും വിശ്വാസികളുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ കൃപ. ചിലർക്ക് പാടാനായിരിക്കും, ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലർക്ക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പായിടുകയോ ഇല്ലെങ്കിൽ ഡ്രം അടിക്കുകയോ ഇല്ലെങ്കിൽ കീബോർഡ് വായിക്കുകയോ ഡ്രംസ് വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള വരങ്ങളുണ്ട്. ഒന്നും ചെറുതല്ലെന്ന് പഠിക്കണം, ഒന്നും വലുതല്ലെന്ന് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതെല്ലാറ്റിനകത്തും പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. പക്ഷേ നമ്മളെ ഏൽപ്പിക്കുന്നതിൽ ഇല്ലെങ്കിൽ നമുക്കുള്ളതിൽ നമ്മളതിനെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരണം. പ്രാർത്ഥന എന്ന വരമാണ് ദൈവം നിനക്ക് തന്നതെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കണം. ആത്മീയ മേഖലകൾക്കകത്ത് പ്രയോജനപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ഒന്ന്, നമുക്ക് ദൈവത്തിൻ്റെ വിളി ആവശ്യമാണ്. കർത്തൃവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുവാൻ ആവശ്യം ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേൽ വെളിപ്പെടണം. ഇനി വിളിയില്ലേ നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രയോജനപ്പെടാൻ പറ്റും. അതിന് നമുക്ക് ആഴമായ സമർപ്പണം വേണം. എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി എൻ്റെ ആയുസ്സിനെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും. സ്തോത്രം. വിളി അനിവാര്യമാണ്, ദൈവം നമ്മളെ വിളിക്കണമെന്നുള്ളത് അനിവാര്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ അത് വിളിയില്ലെന്ന് വെച്ച് മൗനമാകേണ്ട കാര്യമില്ല. ആഴമായൊരു സമർപ്പണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും.
വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. പ്രൈസ് ഒരു ക്വാളിറ്റിയും ഇല്ല, എനിക്ക് കൃപയില്ല, എനിക്ക് അഭിഷേകമില്ല, എനിക്ക് വെളിപ്പാടില്ല, ദർശനമില്ല, വചനം പ്രസംഗിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ചിന്തിച്ച് കർത്തൃവേല വിട്ട് മാറി നിൽക്കുന്ന അനേകരെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇനി പ്രവാചകനോ വെളിപ്പാടുകാരനോ ഇല്ലെങ്കിൽ ദൂത് പറയുന്നവനോ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവനോ വചനം പ്രസംഗിക്കുന്ന ഒരു ദിവസം കൊണ്ട് വന്നതൊന്നുമല്ല. പ്രൈസിലൊന്നും ആളുകളുടെ പ്രാർത്ഥനയും കരച്ചിലും നിലവിളിയും ഉപവാസവും ഒക്കെയാണ് ആ ഒരു തലത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാം, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എന്തെന്ന് ആദ്യം കണ്ടുപിടിക്കുക. 2 സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് എന്താണ്, ഏത് ടാലൻ്റാണ്, ഏത് താലന്താണ് നിങ്ങൾക്കുള്ളത്, അതിനെ വർദ്ധിപ്പിക്കാൻ അതിനെ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരും. ഞാനൊരു കാര്യം വിശ്വസിക്കുന്ന, എല്ലാവരുടെ മേലും ഒരു ടാലൻ്റ് ദൈവം വെച്ചിട്ടുണ്ട്. വയ്ക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. എന്തെങ്കിലും ഒരു ടാലൻ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. അതിനെ പ്രയോജനപ്പെടുത്തുക, അതിനെ വർദ്ധിപ്പിക്കുക, അതിനെ ഉപയോഗിക്കുക. അത് 100 മടങ്ങ് പ്രതിഫലത്തെ നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും മാനവും എല്ലാ കർത്താവിൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.